ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ ഇവിടെ ഞാൻ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും ചെറി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ 3 ലെയറും ചെയ്തെടുക്കാം. ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി സെക്കൻഡ് കോട്ടിങ് ചെയ്തെടുക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഞാനിവിടെ റോസറ്റ നോസിൽ കൊണ്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായി ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലായി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അടിഭാഗത്ത് ഒരു ബോർഡറും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.